Ready? Camera loading. Action. What's up guys? Welcome back to Granny Chapter 2. അപ്പോൾ ഗൈസ് കുറേ കാലങ്ങളായിരുന്നു തോന്നുന്നു, മാസങ്ങളായി നമ്മൾ ഗെയിമിംഗ് വീഡിയോ ഇട്ടത്. ഞാൻ ലാസ്റ്റ് ഇട്ട ഗെയിമിംഗ് വീഡിയോ സൂപ്പർ മാർക്കറ്റിൻ്റെയാണ്. അത് 5 മാസം മുമ്പ് എങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ഗ്രാനി ചാപ്റ്ററിൽ ബോട്ട് എസ്കേപ്പാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് എന്തായാലും പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ കളിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് പ്ലേമ നിൽക്കാം. നമ്മൾ ഈസിയാണ്, ബോത്താണ്. ഓക്കെ, എല്ലാം ശരിയാണ്. ഓക്കെ, നമുക്ക് പോവാം. ഇതൊക്കെ ടിപ്പാണ്. ഓക്കെ, ഞാനിത് കുറേ ബോട്ട് എസ്കേപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡേ 1. ഓക്കെ, നമ്മൾ ഡേ 1 തന്നെ തീരുമൊന്നും അറിയൂല, ചിലപ്പോൾ ഇങ്ങനെ ജയിക്കും, നോക്കാം. ഓക്കെ, നമ്മളെന്തായാലും ബോധം കെട്ട് വരണ്ട്. എത്ര സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയൂല കേട്ടോ ഗൈസ്, എത്ര ഉണ്ടെന്നൊന്നും അറിയൂല. നമുക്കെന്തായാലും ഗ്യാസിലും വേണമായിരിക്കും, എനിക്ക് ഓർമ്മയുണ്ട് ചേർക്ക. നമ്മുടെ ടിക്ക് ഗൈസ്, നമ്മുടെ ട്രിക്ക് നോക്കണം. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യണം. എന്തോ ശബ്ദമൊക്കെ കേൾക്കണ്ട ഗൈസ്. പിന്നെ നമ്മൾ ഇവിടെ പോയി ഒളിച്ച് നിൽക്കണം. ഗ്രാനിയും ഗ്രാൻഡ് പേയും പോട്ടെ. അതാണ് നമ്മൾ ടിപ്പല്ലല്ലോ, ട്രിക്ക്. സോറി. അപ്പൂപ്പനായിരിക്കും ചിലപ്പോൾ ഈ ആദ്യം തന്നെ. ഗ്രാനിക്കായിരിക്കും കൂടുതൽ. ഗ്രാനിക്കാണ് ശബ്ദം കുറെ കേൾക്കാൻ പറ്റില്ല, പക്ഷെ അപ്പൂപ്പന ആദ്യം വന്നു. പക്ഷെ ഗ്രാനിയാണ് ഈ തവണ ആദ്യം വന്ന്. ആ കളവൻ എവിടെയാ? കളവനെ ഇറങ്ങി വരുന്നത് കക്കൂസേന്നാണ്. ഗ്രാനി വരെയും പോയി. ഗ്രാനി പോയിട്ടാണെങ്കിൽ വന്നെ. ആ ഗ്രാനി മേളിലേക്ക് നോക്കട്ടെ. ഓ, കെണിയിട്ടൊക്കെ തള്ളപ്പോയേക്കണേ. അപ്പൂപ്പൻ വരണ്ടെന്ന് തോന്നുന്നു. ഇല്ല ശബ്ദം കേൾക്കണ്ട. പക്ഷെ ഓക്കെ, നമുക്ക് എന്തായാലും സെക്കൻഡ് ട്രിപ്പ് ചെയ്ത് നോക്കാം. നമ്മൾ നടക്കണ ശബ്ദം കേൾക്കണ്ട, അതാണ് എനിക്ക് പേടിയാവണ് ഗൈസ്. നമ്മളിത് എത്തിയിരിക്കുന്നു വീണ്ടും. അമ്മൂമ്മ ആദ്യം ഒരാള് ഇങ്ങനെ ആ കിളവൻ വന്നാൽ മതിയായിരുന്നു. ആ കിളവൻ ഇന്നൊന്നും വരൂല. തള്ളക്കെണി ഇട്ടിട്ടും പോയി, എന്നിട്ടും ആ കിളവൻ വന്നില്ല. ഒടുക്കത്തെ കളവൻ ഇന്നൊന്നും വരൂല. 2 കെണിയിട്ടൊന്നും പോയി തള്ള. നമുക്ക് എന്തായാലും പോവാ. കിളവനും വരൂല. അമ്മൂമ്മ പോയിന്ന് തോന്നുന്നു. അയ്യോ, തള്ളച്ചി കണ്ട് കള്ള. നമുക്ക് ഒളിച്ചിക്കാം, പെട്ടെന്ന് പോവും. നമുക്ക് പോയി ഒളിച്ചിക്കാം. കണ്ടപ്പോഴത്തേക്കും പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇങ്ങോട്ടേക്ക് വരായിരിക്കും, ഈ ബെഡ് ഇവിടേക്ക് വരും. കണ്ടില്ലായിരിക്കും. ഐ ആം അണ്ടർ ദി ബെഡ്. തള്ള ഇങ്ങോട്ട് വന്ന് തൊള്ളേനെ കൊല്ലും. തള്ള അയ്യോ, അപ്പാപ്പൻ ഇപ്പോളെ കേറി വന്നേ. 2 പേരും ഇപ്പോളെ വന്നേ. നമുക്ക് പോവാം. നമുക്ക് ട്രിക്ക് യൂസ് ചെയ്യാം. തള്ളയും പോയില്ലേ, പേടിയായിട്ടും തള്ളങ്ങൾ പോലും പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. തള്ളയും ഇനി കിളവിയ വരൂല, അതാണ് പ്രശ്നം. ഈ തവണ 2 പേരും വന്നു. ഞാൻ പോവാണ്. നമുക്ക് പോവാം. തൊള്ള ഇതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് പോണം ഗൈസ്, അല്ലെങ്കിൽ 2 പേരും വന്നു. നമ്മൾ നോക്കിയില്ല ഗൈസ്. അത് തള്ള വരണ്ടെന്നാ തോന്നണേ. ടൺകൺ കിട്ടിയാൽ മതിയായിരുന്നു. ഫ്രഞ്ചൊക്കെ പിന്നെ മതി. ടൺകൺ ആദ്യം കിട്ടിയത് പിന്നെ പ്രശ്നമല്ല. പേടിയാണ്, ബാക്കി കൂടെ അവർ വരുമെന്നുള്ള പേടി. ഓക്കെ, ഒന്നുമില്ല. നമ്മളിവിടെയൊക്കെ സൂക്ഷ്മതയായിട്ട് നോക്കണം. നമുക്ക് പാഡ്ലോക്ക് ആവശ്യമുണ്ട് തോന്നുന്നു. ഗൈസ്, അപ്പം നമ്മളിതേ പ്രശ്നമൊന്നുമില്ലായിരുന്നു. സ്റ്റൺഗൺ എന്താ എനിക്ക് പേടിയെന്നറിയോ? ഒരാളെ ഷൂട്ട് 2 പേരും ഒരുമിച്ച് വന്നാൽ ഒരാളെ ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്കിൽ ഒരാളില്ലേ, പെട്ടെന്ന് പോയിട്ട് സ്റ്റൺഗണിന്റെ സാധനം കൊടുക്കണ്ടേ. അതാണ് എനിക്ക് പേടി ഗൈസ്. 2 പേരും ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് തോന്നുന്നു. വെള്ളമുണ്ടാ, പേടിയായിട്ടും വെള്ളം ഗൈസ്. പേടിയാവണം ഗൈസ്. ഇടടാ, വടം കൊടു. പീസ് ഓഫ് എ പിക്ചർ. ഗൈസ്,
ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടാ. വീഡിയോ കാണുന്നതിന് മുമ്പ് അമ്മേ അപ്പൂപ്പനെപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയ പറ്റോനെ. ആയിടാ ജയിക്കണോടാ ഞങ്ങക്ക്. എനിക്ക് ജയിക്കണം. കൊടുക്കത്ത അപ്പൂപ്പൻ എപ്പോഴാ കയറിയെന്നും പറഞ്ഞില്ല. ഗൈസ് നമ്മള് മോളിലായിരിക്കും. അപ്പൊ ഗൈസ് നമ്മൾ മേലെ കയറി പോവാണ്. ഇവിടേക്ക് ഒന്നുമില്ല. നമ്മുടെ സ്റ്റൺ ഗൺ ഹൈഡ് ആൻഡ് സീക്ക് എനിക്കിപ്പോ കളിക്കണം. ചിരിക്കല്ലേ തള്ളേ. ഇപ്പൊ ചിരി മാറ്റി തരാം ഞാൻ. അമ്മൂമ്മയുടെ ഒടുക്കത്തെ ചിരി. തള്ളച്ചി ഇങ്ങോട്ടേക്ക് പാടി. പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് വരരുത്. ഇതെങ്ങോട്ട് പാടി. ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് പേടും. പക്ഷെ ഈ തവണ ശബ്ദം ഉണ്ടായില്ല. അവിടെ നിന്ന് ഷോക്ക് അടിച്ചിട്ട് അയ്യോ അപ്പൂപ്പനെ ഇപ്പൊ വരും കൂടെ താടി. തള്ളച്ചി ഷോർട്ട് ഗണ്ണിന്റെ ഉണ്ട തന്നില്ലേ. തള്ളച്ചിക്ക് വേറെ പണി എന്താ. അപ്പാ എടാ നീ അയ്യോ തോറ്റു പോയി മനുഷ്യൻ. ICU നിന്റെ കെട്ടുകൊണ്ടടുത്ത് പോയി പറ. ഇതിന് എൻ്റെ അടുത്ത് പറയണേ നമുക്ക് ഈ സാധനം എടുക്കണം ഗൈസ്, അല്ലാണ്ട് ശരിയാവൂല. ഇവിടെ എന്താണ് ഇവിടെ തന്നെ സേഫ്റ്റി വെച്ചാൽ വല്ല പ്രശ്നമല്ലായിരുന്നു. ഒന്നും വെക്കാൻ പറ്റൂല ഈ കളവിന്. ഇവിടെ നമുക്ക് റെഞ്ച് തുറക്കണം. എന്നിട്ട് പട്ടീൻ്റെ അടുത്തുനിന്ന് വാങ്ങണം. ബസ്സിൻ്റെ മേളിൽ കയറി പോകണം. ഇവിടെ നോക്കിയില്ല. ഹാൻഡ് ഡോറൊന്നും വേണ്ട, അത് നമ്മൾ ചെയ്തല്ലേ. ഡോർ എസ്കേപ്പ് നമ്മൾ ചെയ്താണ്. അയ്യോ ഗൈസ് മേളിൽ കയറി പോട്ടെ. ഇവിടേക്ക് എന്തുവാ ഹാൻഡ് വീല്. എപ്പോഴൊക്കെയാണ് ഇവിടെ ഹാൻഡ് വീല്. ഇവിടെ എന്തുട്ടാ വെപ്പൻ കീ. ഇത് നമുക്കിപ്പോൾ വെക്കണം. ആദ്യം ഇതൊന്ന് തുറന്നു നോക്കട്ടെ. പക്ഷെ ഇതിന് മറ്റേ കട്ടിങ് വേണം. കട്ടിങ്ങിൻ്റെ സാധനം വേണം. സ്റ്റൺ ഗണ്ണും ആവശ്യമുണ്ട്, വെപ്പൺ കീ ആവശ്യമുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം വെപ്പൺ കീയാണ്. വീഡിയോ എനിക്ക് കളിച്ചത്. പക്ഷെ എന്തായാലും സബ്സ്ക്രൈബർ വേണ്ടോണ്ട് ഞാൻ കളിച്ചു. നമ്മൾ എടുത്തിരിക്കുകയാണ്. നമ്മൾ അമ്മാമയോ ഇവിടെ ഒന്നുമില്ലായിരിക്കും. ഇവിടേക്ക് സ്റ്റൺ ഗണ്ണ്. അയ്യോ നമുക്ക് നമ്മള് അവിടെ കിളവി. എവിടെ കിളവി? ഈ ശബ്ദം എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ആ ഉണ്ട തെറ്റിപ്പോയി. എന്റെ ഉണ്ട തെറ്റിപ്പോയി ഗൈസ്. എന്റെ ഉന്നം വെട്ടി വേറെ സ്ഥലത്തായി പോയി ഗൈസ്. നമ്മള് ഈ തവണ ട്രിക്ക് ഉപയോഗിക്കുന്നില്ല. ലാബ് പിടിക്കണ്ട് ട്രിക്കും കുക്കൊക്കെ ഉപയോഗിച്ചിട്ട്. എവട്ടയാ കിളവൻ? പൊക്കുമേലെ കൊക്കോ ഒരു സമാധാനം. കിളവി ഇവിടെ ഇല്ലാലോ. പോട്ടയ്ക്ക് നമുക്ക് എടുക്കാം. നമുക്ക് താരെ കൊണ്ടുപോയി ഇട്ടാ തൊള്ളേൻ്റെ കൊടുക്കത്ത തള്ളേ. പോടാ അവന്റെ ഒന്ന് കാണിച്ചു കൊടുക്കും ഞാനിന്ന്. തലക്കെട്ട് അടിക്കാൻ പാടില്ല എന്നാണ് യൂപ്പ് മാസത്തിലുള്ള തള്ളേ. പാടി നീ എന്നെ ഒരു പ്രാവശ്യം നീ കൊന്ന് രണ്ടുപേരും. ഇങ്ങോട്ട് പാടി തള്ളേ. ഈ തവണ ഞാൻ തെറ്റ് വെക്കൂല. അവിടെ കിടക്കുന്നേ ഫ്രഞ്ച് എടുത്ത് നമുക്ക് കൊണ്ടുപോയി വെക്കാം ഗൈസ്.
ഗൈസ് നമുക്ക് സ്റ്റൺ അവിടെ കൊണ്ടുപോയി വെക്കണം, എന്നിട്ടാ നമ്മള് കളി എടുക്കോളൂ. മിണ്ടായിരിക്കണം നീയോടാ. നിക്കറട്ടവൻ മോളിലെ സ്ലെൻഡറീനെ ഉണ്ട് ഗൈസ്. ഞാൻ അത് കണ്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് സേഫ് കീ ആണിത്. സേഫ് കീ നമുക്ക് കൊണ്ടുപോയി വെക്കണം. മിണ്ടായിരിക്കണം മോനെ. ഗ്യാസോലിൻ ആവശ്യമുള്ളെങ്കിൽ താഴത്തുണ്ടായി ഒഴിച്ചാൽ നമുക്ക് ബോസ് നമ്മള് അടിച്ചു കൊടുക്കാണ് ഗ്യാസോലിൻ. ഓക്കെ, നമ്മൾ ഗ്യാസോലിൻ അടിച്ചു. ഇനി ഇവിടെ എന്തെങ്കിലും സ്പാർക്ക് പ്ലഗ് വേണം, പിന്നെ തിരിക്കണ സാധനം വേണ്ടേ, സ്റ്റിയറിംഗ് വീല് വേണം, എൻജിൻ സ്റ്റാർട്ട്, പിന്നെ ബോട്ട് കീയും വേണം. ഇവിടെ ഇനി ഒരു കുന്തോ തള്ളച്ച് വെച്ചില്ലെങ്കിൽ ഇവിടെ പാടില്ല. ഓക്കെ, ഗ്യാസോലിൻ്റെ ആവശ്യമില്ല. തള്ളച്ചി മാർക്ക് സാധനമേ മനുഷ്യനോട് കൊല്ലം പോയത്. നമുക്ക് മേളിൽ പോയിട്ട് ഒളിച്ചു നിൽക്കേണ്ട വളരെ ആവശ്യം ഉണ്ട് ഗൈസ്. പക്ഷെ തള്ളച്ച് പിടിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. അയ്യാ മുകളിലുണ്ട്, പക്ഷെ നിങ്ങൾ കണ്ടുപിടിക്കണ്ട, അതിന് പേടിയാണ്. തള്ളച്ചി ഇപ്പൊ വരില്ലേട്ടാ. അടാ നോക്കണ്ട, ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ടേക്ക് വാ. ഞാൻ നല്ല തരാം രണ്ടെണ്ണത്തിനും. പരിപ്പോടെ ചായയും തരാം നിനക്ക്, ചായയും പരിപ്പോടെ തരാം. വാടി നീ പരിപ്പോടെ ചായ തരാം. അവിടെ കിടക്കണേ കളവാ, വാടാ കളവാ. എങ്ങനെ കണ്ടെന്ന് എനിക്ക് അറിയാം. നമുക്ക് ഈ സാധനം തുറന്നില്ലായിരുന്നു. നമ്മൾ ഇവിടെ ക്രോബാർ ഉണ്ടായോ? കണ്ടു ഗൈസ്, എൻ്റെ ലക്കാണ്. ഉണ്ടലക്ക് 3 ദിവസം കഴിഞ്ഞു. ഇനി നമുക്ക് ക്രോബാർ അല്ല ഞാൻ ക്രോബോർന്ന് വിളിച്ചറിയാണ്ട്. ഇവിടെ എന്താണ് കട്ടിംഗ് ടയർ ആവശ്യമുണ്ട്. ഇത് ആവശ്യമുണ്ട്. താങ്കു മോനെ, എനിക്കത് ആവശ്യമുണ്ട്. ഏകദേശം ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെ പോയി നോക്കുമ്പോൾ ചിലപ്പോൾ എങ്കിൽ സ്പാർക്ക് പ്ലഗ് ഉണ്ടാവും ചാൻസ് വളരെ വളരെ കൂടുതലായിരിക്കും. ക്രോബാറിനാണ് നമുക്ക് പാലോക്കിയും ബോട്ടിക്കും ഇവിടെ കൊണ്ടുപോയി ഇടാം. സ്പാർക്ക് പ്ലഗ് ഞാൻ പറഞ്ഞില്ലേ, ഇത് കൊണ്ടുപോയി വെക്കട്ടെ. ഈ ശബ്ദം കേട്ട് ചിലപ്പോൾ ഇനി ഒരു വരാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. കാഴ്ച ബോട്ടിക്ക് പാഡിലോക്കി നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. 2 കയ്യില്ല, അപ്പൊ 2 കയ്യിലും എല്ലാം പിടിച്ചൂടെ? ഞാനൊക്കെ 2 കയ്യിലെല്ലാം പിടിക്കും. ഉണ്ടേല നമുക്ക് മേളേക്ക് പോവാ. രക്ഷപ്പെട്ട്. തള്ളപ്പോ കൊറേ നേരം അവിടെ നിക്കണ്ടാവും. കിളവൻ അവിടെ പാട്ട് വെച്ചിക്കണ്. ഹൈലാൻഡ്സ് കളിക്കണം. മുമ്മി വന്നിക്കോ. താഴത്തേക്ക് ഇറങ്ങാനും പേടിയാവണം, മുകളിലേക്ക് വാട അങ്ങി വാ. പക്ഷെ മുമ്പിലേട്ടൊക്കെ അടിച്ചിട്ടില്ലേ തള്ളേ. നമുക്ക് അതിന്റെ അടുത്ത് പോയി നിൽക്കണ്ട വല്ല ആവശ്യം ഉണ്ടായി. എനിക്ക് വലിയ ആവശ്യം ഉണ്ടായ അടുത്ത് പോയി നിൽക്കണ്ട. ഡേ 4 ആണ്, പ്രശ്നമില്ല. എന്നാലും നമുക്ക് തീർക്കാം. നമുക്ക് അങ്ങനെ ഡേ 4 ആയി. നമ്മള് ചോരയൊക്കെ ഉണ്ടിട്ടോ അടുത്ത്. പറഞ്ഞ് വായിൽ വെള്ളം പറ്റത്. അമ്മമ്മ മുകളിലുണ്ടാവാൻ ചാൻസ്. നമുക്ക് ഇതിൽ കൂടെ കയറണ്ടായിരുന്നു. ഡേ 5 ലാസ്റ്റ് ഡേ എന്നൊക്കെ എഴുതാറുണ്ടല്ലോ. ഈ തവണ എഴുതാത്തെന്താ? ലാസ്റ്റ് ഡേ അല്ലേ നീ? ഓക്കെ, ഈ തവണ നമ്മൾ ട്രിക്ക് യൂസ് ചെയ്യാണ്ട് വേറൊരു ഇതുമില്ല. കാരണം ഡേഞ്ചറാണ് ഗൈസ്. ലാസ്റ്റ് ഡേ എല്ലാം കിട്ടിയില്ലേ. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണം അമ്മേ. ഒന്ന് വാന്നേ. പക്ഷെ എന്നെ തീർക്കല്ലേ പടച്ചോനോർത്ത്.
ഗൈസ് തള്ള ഇങ്ങോട്ട് കേറി വരാ. പേടിയായിട്ടും പാടില്ല. ലാസ്റ്റ് ഡേ ആണ്. അവര് ലാസ്റ്റ് ഡേന്ന് എഴുതാറുണ്ടായിരുന്നു. ഇപ്പൊ എഴുതാ വരാത്ത രണ്ടുപേരും. ആ വാ വാ. ഷൂട്ട്. കളവനെന്തേ? കളവൻ മേളിന്നും വരാൻ ചാൻസ് ഉണ്ട് കേട്ടാ മറ്റേ സ്ഥലത്ത് കൂടെ. അതുകൊണ്ട് രണ്ട് സ്ഥലവും നോക്കണം സൂക്ഷിച്ച്. ആ ദേവന്നടാ ഇപ്പൊ തിരക്കേടാ. തോക്ക് താഴ്ത്തിട്ടപ്പാ. നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആവണം. പാഡ്ലോക്കിയും നടത്തി പെട്ടെന്ന്. അത് പിന്നെ ബോട്ട് കീയും കൂടി മതി. നമുക്ക് തന്നെ എണീക്കും. ഇപ്പൊ തന്നെ എണീക്കും. 2 minutes എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരിപ്പൊ തന്നെ എണീക്കും. ഇതൊക്കെ തുറന്നിടട്ടെ. പെട്ടെന്ന് പോണം. ഇനി ബോട്ട് കീയും മതി. ഈ തവണ രാവിലെ അവിടെ എണീച്ചിട്ടുണ്ടാവരും മതിയായിരുന്നു. പെട്ടെന്നാവട്ടെ. പെട്ടെന്നാവണം. നമ്മൾ പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റും. ഗൈസ് അവര് മായിന് പോയി. ഈ വരി കയറായിരുന്നു നമുക്ക്. എന്തായാലും ഈ വരി കയറിപ്പോയി. ഇനി നമുക്ക് ഈ സാധനം എടുത്തിട്ട് ഈ വരി തന്നെ കയറി പോവാം. ഗൈസ് ലാസ്റ്റ് ഡേ ആണ്. എനിക്ക് പേടിയാണ്. ബോട്ടിക്ക് നമ്മൾ ഇവിടെ വച്ചേ. ഈ തവണ രക്ഷപ്പെടണം. അവർ ഒടുവിൽ നമ്മുടെ എസ്കേപ്പ് ആവാണെന്ന് തോന്നുന്നു. സാധിത്തില്ലാലോ. ഇത്ര ചെയ്ത് വേണം. അപ്പ അമ്മാമ്മേ അപ്പാപ്പേ ഞങ്ങള് പോവാണ്. 3, 2, 1 സ്റ്റാർട്ട്. ഞങ്ങള് ബോട്ട് എസ്കേപ്പ് ചെയ്യിച്ചു. നോക്കിന്ന് വായും പൊളിച്ചെന്നോ. പല്ലൊന്നും കാണാല അപ്പൂപ്പന്റെ. അപ്പൊ ഗൈസ് നമ്മള് ബോട്ട് എസ്കേപ്പും ഡോർ എസ്കേപ്പും കംപ്ലീറ്റ് ആക്കി. നമുക്ക് ഒരു എസ്കേപ്പും കൂടി ഉള്ളു, ഹെലികോപ്റ്റർ എസ്കേപ്പ്. അപ്പൊ നമ്മൾ എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, പീസ് ഔട്ട്.